ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട സ്റ്റൂയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീട്ടിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ്. അതിലേക്ക് ആദ്യം ചൂടായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് 2 പീസ് പട്ട, 2 ഏലക്കായ, 2-3 ഗ്രാമ്പു, അത്ര ഐറ്റംസ് ചേർത്ത് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ, ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളി വേണം കേട്ടോ, വലിയ ഉള്ളി. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി നേരിയതാക്കിയിട്ട് കട്ടാക്കിയതാണ്. ആദ്യം സെൻറ്ററൊന്ന് കട്ട് ചെയ്തതിന് ശേഷം തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഉപ്പ് അതിൽ തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. ഉള്ളി പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് ഉള്ളി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കേട്ടോ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഉള്ളിയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ 2 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതുകൊണ്ടല്ലോ അപ്പം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാതെ തന്നെ ശ്രദ്ധിക്കുക. ഇനി അതിനെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വന്നോട്ടെ കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, അതുപോലെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെയും എരിവാണ് കേട്ടോ ഇതിലേക്ക് ഉണ്ടാകുക. ഇനി അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തതാണ്, പക്ഷേ 1/2 ടീസ്പൂൺ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലുണ്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പാല് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് 2-ാം പാലാണ്, ഇത് 1-ാം പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുക്കേണ്ടത് 2-ാം പാലാണ്. അപ്പം ആദ്യം തേങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് തന്നെ പിഴിഞ്ഞെടുക്കുന്നതാണ് 1-ാം പാല്. പിന്നെ ആ പീരയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ 2-ാം പാല്. പറയാത്തവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ 2-ാം പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അതുകൊണ്ടാണ് മസാലയിൽ ആദ്യം തന്നെ ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ വേവിക്കാതെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തല്ലോ, ആ ടൈമിൽ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റ് കയ്യിലില്ലാത്തതുകൊണ്ട് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 4 കോഴിമുട്ട പുഴുങ്ങിയതാണ് കേട്ടോ. മുട്ടയുടെ 4 ഭാഗവും ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഉരുളക്കിഴങ്ങ് വേവിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തത്. വേവിക്കാത്ത ഉരുളക്കിഴങ്ങാണെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണേ. അപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ നമുക്ക് ഒരു റെസിപ്പി ചെയ്തെടുത്താൽ കിട്ടും. കാഷ്യൂ നട്ട്സ് ഒന്നും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാല് ചേർത്തതിന് ശേഷം ഓവർ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി വരാൻ പാടുള്ളൂ. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, അത് ചതച്ചതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നഷ്ടപ്പെടും. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കട്ടായി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. കണ്ടല്ലോ, അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഗ്രേവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാഷ്യൂ നട്ട്സ് ഒന്നും അരച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെ പൊറാട്ടയുടെയും ചപ്പാത്തിയുടെ എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.